നടി വിഷയത്തിൽ നാവിളക്കിയതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിലേക്ക് യുവാക്കൾ ഇരച്ചു കയറുന്ന അവസ്ഥയ്ക്കാണ് ഇന്നച്ചൻ സാക്ഷിയായത്. എന്നാൽ അതിനെയൊക്കെ മറികടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നച്ചൻ. ക്യാൻസർ രോഗബാധിതനായപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ പുസ്തക രൂപത്തിലാക്കിയതിൻ്റെ കഥകളിലൂടെയാണ് ഇന്നച്ചൻ ആളുകളെ കയ്യിലെടുക്കുന്നത്. പുസ്തകത്തിൻ്റെ തമിഴ് പതിപ്പ് പ്രകാശിപ്പിക്കുന്ന ചടങ്ങാണ് വേദി. പള്ളിയിൽ പോയി വരുന്നവർ, അമ്പലത്തിൽ പോയി വരുന്നവർ, അതൊക്കെയാണ് ഇതിനകത്തുള്ള വിഷയങ്ങൾ. അവർ വന്നു കഴിഞ്ഞാൽ ഗേറ്റിന്റെ അവിടെ നിന്നതിന് ശേഷം അവർ തമ്മിൽ പറയും, എടി ആ ഇന്നസെന്റിനെ ഒന്ന് പോയി കാണുക, ആ ചാരികസേരയിൽ ചുരുണ്ട് കിടക്കണ്ടെന്നാ പറയണേ, അധികം കാലം ഒന്നും ഇല്ല എന്നാ പറയണേ. മറ്റേ ആള്, നിനക്ക് വല്ല ജോലി ഉണ്ടാ? ഞാൻ ഇന്നാള് പോയി കണ്ടതാ, ഒരു കുഴപ്പമില്ല, ഇനിയും കിടക്കും 6 മാസം. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. വന്നു കഴിഞ്ഞതിന് ശേഷം പറയണത്, വന്നു കഴിഞ്ഞ എല്ലാവരും, ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഈ മാർഗം കളിക്ക് നിൽക്കാന്നാണ് വിചാരിച്ചത്. പള്ളിയിൽ നിന്ന് വന്ന് ചട്ടയും മുണ്ടെടുത്ത ഈ ചേട്ടത്തിയാരന്മാര് ഇങ്ങനെ ഒരു നിൽപ്പാ. അപ്പൊ ഞാൻ വെച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പായിരിക്കും. അതിനുശേഷം അവര് എൻ്റെ ഈ പറഞ്ഞ പോലെ തലമുടി തൊട്ട് കാൽപാദങ്ങൾ വരെ ഒഴിഞ്ഞൊരു നോട്ടാണ്. ആ നോട്ടത്തിൽ നമ്മൾ പോയി കഴിഞ്ഞു. അവരുടെ മുഖത്തുണ്ട് ആ ഭാവങ്ങൾ. അതിനുശേഷം പറയാണ്, നമുക്ക് ഇന്നസെന്റിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കാം, ഇവിടെ വേണ്ട. ചിലപ്പോൾ നല്ല ഭക്തിയുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ട് എന്താ അങ്ങനെ പറയണേ. വേറൊന്നുമല്ല, നമ്മൾ സുഖമില്ലാതെ തീരെ വയ്യാതെ കിടക്കുമ്പോൾ ഒരു 10 ആൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാലുള്ള സ്ഥിതി അറിയോ? നിങ്ങൾ വെറുതെ അറിയണമെങ്കിൽ അത് അറിഞ്ഞു നോക്കാം. അപ്പൊ ഇവരിത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാൽ ഇവിടെ പ്രാർത്ഥിക്കണ്ട. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ഭാര്യ ആലീസ് അവരൊന്ന് പറഞ്ഞു, നമുക്ക് വേണ്ടിയല്ലേ അവർ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്, സമ്മതിക്ക്. എന്താ ഇങ്ങനെ ഈ സമയത്തെങ്കിലും നിങ്ങൾക്കൊരു ദൈവഭക്തി. ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, എനിക്ക് ഭക്തിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഒക്കെ ഉണ്ട്. അതിനുശേഷം അവർ പ്രാർത്ഥിക്കാൻ അവർക്ക് അനുവാദം കൊടുത്തു. പ്രാർത്ഥന ഇതായിരുന്നു. ഇതൊന്നും ഒരു പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി നേരം പോക്ക് ഉണ്ടാക്കിയിട്ടുള്ളതല്ല, ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ്. പ്രാർത്ഥന ഇതാണ്, ദൈവമായ കർത്താവേ, നമ്മുടെ സഹോദരൻ ഈ ഇന്നസെന്റിനെ ഞങ്ങൾ അങ്ങയുടെ കയ്യിലേൽപ്പിക്കും. എന്റെ പണി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, കയ്യിലേൽപ്പിക്കരുത് പ്ലീസ്. കാരണം ഒരു തോളിൽ കുരിശും ഇനി എന്നെയും കൂടി കയറ്റി വന്നു കഴിഞ്ഞാൽ കർത്താവ് ഇടിഞ്ഞു കൊഞ്ഞു വീഴും. നിങ്ങളത് ചെയ്യരുത്. അവരുടെ മുഖം വല്ലാതായി. അവർ പോയതോടെ ഹാവു രക്ഷപ്പെട്ടല്ലോ എന്നാണ് ഇന്നച്ചൻ കരുതിയത്. എന്നാൽ അതാ വരുന്നു മറ്റു 2 പേർ ആശ്വസിപ്പിക്കാൻ വരികയാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ 2 സിസ്റ്റേഴ്സ്, കന്യാസ്ത്രീകളല്ല, ഏതോ ഒരു സഭയിലുള്ളവരാണ്. അവർ വന്നു എൻ്റെ വീട്ടിൽ. വന്നു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇന്നസെന്റിനും ക്യാൻസർ, ആലീസിനും ക്യാൻസർ. അതെ, ഇന്നസെന്റിന് ഇതുപോലെ തന്നെ ഓരോ അസുഖങ്ങൾ. അപ്പൊ എനിക്കുള്ള 3 അസുഖങ്ങളും ആലീസിനുണ്ട്. അപ്പൊ അതെന്താണ്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്താണത്. അത് വേറൊന്നുമല്ല, നിങ്ങൾ തമ്മിലുള്ള മനപ്പൊരുത്തമാണ്. ഞാൻ പറഞ്ഞു, എങ്ങനെയാന്ന്? നിങ്ങൾ തമ്മിലുള്ള മനപ്പൊരുത്തം. അതുകൊണ്ടാണ് ഇന്നസെന്റിന് ക്യാൻസർ, ഇന്നസെന്റിന് അത് തന്നെ ആലീസിനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? ദൈവത്തിനോട് നന്ദി പറയാൻ. നിങ്ങൾ പറ, ദൈവത്തിനോട് ഞാൻ എങ്ങനെ നന്ദി പറയും? ഇങ്ങനെ പറയാൻ പറ്റുമോ? പിന്നെ ദൈവമേ, ആലീസിനും കൂടി ക്യാൻസർ തന്ന് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയാൻ പറ്റുമോ എനിക്ക്? ഞാൻ പറഞ്ഞു, പറയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയാണ്, എൻ്റെ അടുക്ക 8 വയസ്സായ സ്ത്രീയാണ്. അവര് പറയാ, അത് തന്നെയാ നീ 8ാം ക്ലാസ്സിൽ ഞൊട്ടിയിരുന്നു. 8ാം ക്ലാസ് വരെ പഠിച്ചോളൂ, പോട്ടെ. അപ്പൊ ഇത് കേട്ടു. അത് കഴിഞ്ഞ് അവര് പറഞ്ഞു, ഇനി നന്നാവാൻ സമയമില്ല എന്ന് പറഞ്ഞു എന്നോട്. ഇനി എൻ്റെ സ്വഭാവം നന്നാകും. അവർ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ അവരെ തിരിച്ചു വിളിച്ചു. എനിക്ക് പെട്ടെന്ന് തോന്നി, ശരിയാണല്ലോ അവർ പറഞ്ഞു, ദൈവത്തിനോട് നന്ദി പറയാം. ഞാൻ തിരിച്ചു വിളിച്ചു. അവർ അടുത്തു വന്നു. എന്താണ്? ഞാൻ പറഞ്ഞു, അല്ല, ദൈവത്തിനോട് നന്ദി പറയാൻ തീരുമാനിച്ചു. അപ്പൊ അവരെന്റെ അടുക്ക് ചോദിച്ചു, അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഇപ്പൊ അങ്ങനെ തോന്നാൻ വേറൊന്നുമല്ല, തൊട്ടപ്പുറത്തെ വീട്ടിലെ ആട്ടോക്കാരൻ കൊച്ചാപ്പേട്ടന്റെ മരുമകൾ, സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ്. ഞാൻ കാലത്തേറ്റ് എൻ്റെ വീടിന്റെ ഉമ്മറത്ത് നടക്കുമ്പോ ഞാൻ ചിലപ്പോൾ വെറുതെ ഒന്ന് നോക്കും അവരെ. അവരൊരു പുഞ്ചിരി സമ്മാനിക്കും, അത്രേ ഉള്ളൂ, അത് മതി. അവർക്കങ്ങാനാണ് ഈ ക്യാൻസർ വന്നിരുന്നെങ്കിൽ ഇവർ പറയില്ലേ,
ഞങ്ങൾ തമ്മിലുള്ള മനപ്പൊരുത്തം കൊണ്ടാണ് ഈ അസുഖം വന്നത് എന്ന്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന് നന്ദി പറഞ്ഞു പോകാൻ വരട്ടെ, ഒരാൾ കൂടി വരുന്നുണ്ട് ആശ്വസിപ്പിക്കാൻ. പാലയിൽ നിന്നും ഒരു കോളേജിലെ പ്രൊഫസർ, അവരൊരു കോളേജിലെ പ്രൊഫസറാണ്. അവർ വന്ന് എൻ്റെ അടുക്ക്. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് ഹാർട്ടിനൊരു ചെറിയ കുഴപ്പം. അപ്പോൾ ഒരു സ്റ്റെൻഡ് ഇട്ടു. ആ സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവർ എൻ്റെ അടുക്ക്, അവർക്കും കാലിന് എന്തൊരു കുഴപ്പമാണ്. അവരെൻ്റെ അടുക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു കണ്ടോളൂ. അവർ വന്ന് എൻ്റെ അടുക്ക് പറഞ്ഞു, ഇന്നസെന്റ് ചേട്ടാ, സാറേ നിങ്ങളുടെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. റാംജി റാവു സ്പീക്കിംഗ്, കാബൂളിവാല, ദേവാസുരം, അങ്ങനെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊക്കെ നമ്മളെ പറ്റി പുകഴ്ത്തി പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. അപ്പം ഞാനും ആ സന്തോഷത്തിൽ പങ്കുകൊണ്ടു. അവസാനം അവർ പറയുകയാണ് എൻ്റെ അടുക്ക്, ഇതുപോലെ തന്നെയാണ് എൻ്റെ സഹോദരൻ. എന്ന് വെച്ചാൽ എന്ത്? ഇതുപോലെ തന്നെ ക്യാൻസർ. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഹാർട്ടിന്റെ ഒരു സ്റ്റെൻഡ് അവർക്ക് ഇട്ടു. ഇതിപ്പോൾ എത്ര ദിവസമായി സ്റ്റെൻഡ് ഇട്ടിട്ട്? ഞാൻ പറഞ്ഞു ഇപ്പം ഇത് 3 ദിവസമായി. ഇത് 3 ദിവസമായി. അതെ, എൻ്റെ ബ്രദറ് ഇതുപോലെ തന്നെ ക്യാൻസർ മാറിയിട്ട് സ്റ്റെൻഡ് ഇട്ടിട്ട് 4ാമത്തെ ദിവസം പോയി. അപ്പം എനിക്ക് ഇനി ഒരു ദിവസമുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്? അപ്പോൾ അവർ ചോദിച്ചു, എന്താ അങ്ങനെ ചോദിക്കുക? അല്ല, എനിക്ക് ആ യൂണിവേഴ്സിറ്റി കത്തിച്ച് കളയാനാണ്. ഇങ്ങനെ പലവിധ അനുഭവങ്ങളുള്ളത് കൊണ്ട് തന്നെ പുസ്തകം നന്നായി വിറ്റ് ചെലവാകുന്നുണ്ട്. എന്നാൽ ഇവിടെ പുസ്തകത്തിൻ്റെ തമിഴ് പതിപ്പാണ് പ്രകാശിപ്പിച്ചത്. മലയാളത്തിൽ ആദ്യം ഇറങ്ങിയ പുസ്തകം ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ പരിഭാഷകരുടെ അവസ്ഥ എന്താണ്? ഇന്നച്ചൻ പറയും. ആ കഥ കേൾക്കുമ്പോൾ പുസ്തകം തമിഴിലേക്ക് തർജ്ജമ ചെയ്തയാൾ ആ വേദിയിലുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ശ്രീകാന്തിനെ ഞാൻ ഇടയ്ക്ക് വിളിക്കും, എങ്ങനെയുണ്ട്? അപ്പോൾ അസലായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല ചിലവുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഇംഗ്ലീഷിൽ ഒരു മേനോ, PC മേനോൻ ബാംഗ്ലൂരിൽ നിന്ന് എന്നെ വിളിച്ചു. ഞാൻ PC മേനോൻ, ഞാൻ ആലപ്പുഴ കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. നിങ്ങളുടെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിച്ചു. പുസ്തകമല്ല, മാതൃഭൂമിയിൽ വരുന്ന അത് ഞാൻ വായിച്ചു. ഞാനത് ഇംഗ്ലീഷിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു, എനിക്ക് അതിന് വിഷമമുള്ള ഇതൊന്നുമില്ല, നിങ്ങൾ മാതൃഭൂമിയായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അതുപോലെ ശ്രീകാന്തായിട്ട് സംസാരിക്കും. അങ്ങനെ ശ്രീകാന്തായിട്ട് സംസാരിക്കുന്നു, മാതൃഭൂമിയായിട്ട് സംസാരിക്കുന്നു. അതിന് ലാഫിംഗ് ക്യാൻസർ അവേ എന്ന് പറയുന്ന ഒരു പുസ്തകം അത് ഇയാൾ റെഡിയാക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ മാതൃഭൂമി അവരെൻ്റെ അടുക്ക പറഞ്ഞു, നമുക്കിതൊരു ഫംഗ്ഷനായിട്ട് നടത്താം. ആ ഫംഗ്ഷന് PC മേനോനി വിളിക്കണം. അങ്ങനെ ഞാൻ ബാംഗ്ലൂര്, ശ്രീകാന്തുണ്ട്, എഴുത്തുകാരൻ സക്രി ഇല്ല, ശ്രീകാന്തൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ മേനോനെ ഞാൻ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ ആ ഫോൺ എടുക്കുന്ന ഒരു പയ്യനാണ്. ആ പയ്യനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നസെന്റ് ആണ്, ഒന്ന് മേനോന് കൊടുക്കണം. അപ്പം പറഞ്ഞു, മേനോൻ ഇല്ല. ഞാൻ പറഞ്ഞു, പിന്നെ എവിടെ പോയി? എവിടെ പോയിന്നല്ല, മേനോ മരിച്ചു. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് മേനോ. അയാൾ മരിച്ചു. ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹത്തിന് ഇത്രയും താല്പര്യം തോന്നുകയും ഇത് ചെയ്യുകയും അതിൻ്റെ ആ ദിവസത്തിൽ അദ്ദേഹത്തിന് അത് കാണാൻ സാധിക്കാതെ വരികയും അദ്ദേഹത്തിന് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റാതെയായി. ഇങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ ഇലക്ഷൻ നിന്നു, MP ആയി, ഡൽഹി ചെന്നു. ഡൽഹിയിൽ ചെന്നപ്പോൾ അവിടെ വേറൊരാൾ പരിചയപ്പെട്ടു, UK ചൗഹാൻ എന്ന് പറയും. അദ്ദേഹം കോഴിക്കോട് കളക്ടറായി, UKS ചൗഹാൻ കോഴിക്കോട് കളക്ടറായി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ക്യാൻസർ വാർഡിലെ ചിരി, അയാൾക്ക് അത്യാവശ്യം മലയാളം അറിയാം, അത് നമുക്ക് ഹിന്ദിയിലാക്കണം. അപ്പം ഞാനിവിടുന്ന് എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഹിന്ദിയിലാക്കിയിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇന്നസെന്റിന്റെ ശൈലി വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ UK ചൗഹാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഒരു പെൺകുട്ടിയാണ് ഫോൺ എടുത്തത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നസെന്റ് ആണ്, അറിയാം, കുറച്ച് മലയാളം എനിക്കറിയാം, ഞാനും കോഴിക്കോട്ട് പഠിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ മരിച്ചു. ട്രാൻസ്ലേറ്റ് അയാളും മരിച്ചു. അതിനുശേഷമാണ് നമ്മുടെ അഡ്വക്കേറ്റ് ഷൺമുഖേശ്വരി
സാധാരണ നിലയ്ക്ക് അത് നമ്മുടെ അഡ്വക്കേറ്റ് ഷൺമുഖേശ്വരി ഇതുപോലെ തന്നെ അഭിപ്രായം എനിക്ക് തമിഴിൽ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് പറയാതിരിക്കണം. കാരണം പറയാതിരുന്നില്ലെങ്കിൽ അവർ ജീവനും കൊണ്ട് ഓടും. അതാണ് സത്യം. ഞാൻ അവരോടും ഈ കാര്യം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്നാ ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ എന്റെ അടുക്ക് പലരും പറഞ്ഞു അവരോട് പറയരുത് എന്ന് പറഞ്ഞു. എന്താ ഇന്ന മര്യാദ? അപ്പൊ എന്തായാലും അതിന് ശേഷമാണ് അവര് ഇത് ഇന്ന് ഈ സിരിപ്പിനിൽ കറന്റ് ക്യാൻസർ എന്ന് പറഞ്ഞ് അവർ എഴുതിയത്. സംഗതി പിടികിട്ടിയല്ലോ. എന്തായാലും തമിഴ് പരിഭാഷയ്ക്ക് പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള യോഗമുണ്ടായി. ഇനി ഇറ്റാലിയൻ ഭാഷയിലേക്കും ഈ പുസ്തകം വിവർത്തനം ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീ അതിൻ്റെ പണിപ്പുരയിലാണ്. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് റോമിൽ പോയപ്പോൾ അവിടെ ഇറ്റാലിയൻ ഒരു സ്ത്രീ സബ്രീന അവരറിഞ്ഞിരിക്കുന്നു നമ്മുടെ ഈ പുസ്തകത്തെ പറ്റി. അവർ ഇംഗ്ലീഷ് വായിച്ചിരിക്കുന്നു. എൻ്റെ അടുക്ക് അവർ പറഞ്ഞു, ഞാനുണ്ട് എൻ്റെ വൈഫും ഉണ്ട്, അവരെൻ്റെ അടുക്ക് പറഞ്ഞു ഞാനിത് ഇറ്റാലിയൻ ഭാഷയിലേക്ക് ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മഹനീയമായ ഈ പുസ്തകത്തിൻ്റെ ഇറ്റാലിയൻ പതിപ്പിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ ലാലുപെട്ട പെടൽ.